എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഞാനൊരു ഫാമിലി സുഖമായിട്ടിരിക്കണം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചേമ്പിൻ്റെ താളം കൊണ്ടുള്ള കറിയാണ്. ചേമ്പിൻ താളും പരിപ്പും കൊണ്ട് എല്ലാവരും നാട്ടിലുണ്ടാക്കുന്ന നമ്മളുടെ തനി നാടൻ കറിയാണ്, താള് കറിയാണ് ഇന്നുണ്ടാക്കുന്നത്. അപ്പോൾ ഇവിടെ പറമ്പത്തൊക്കെ കുറേ ചേമ്പുണ്ട്. നമ്മളുടെ നട്ട് വളർത്തിയിരിക്കുന്ന ചേമ്പാണ്. ഈ ചേമ്പിൻ്റെ താള് പറിക്കുമ്പോൾ ശ്രദ്ധിച്ച് പറിക്കണം. നമ്മളിവിടെ ഇതൊക്കെ നട്ട് വളർത്തിയിരിക്കുന്ന ചേമ്പാണ്. അപ്പം കണ്ടത്തിലൊക്കെ നിൽക്കുന്ന ചേമ്പൊക്കെ ഉണ്ട് നട്ട് വളർത്തുന്നത്, അതൊക്കെ നല്ലതായിരിക്കും. പക്ഷേ കാട്ടുചേമ്പിൻ്റെ തണ്ട് പറിക്കുകയാണെങ്കിൽ സൂക്ഷിക്കണം, ചിലപ്പം ചൊറിയാൻ സാധ്യത കാണും. അപ്പോൾ ഇത് ചെറിയ തണ്ട് ഉണ്ട്, ചെറിയ താളുണ്ട് ചേമ്പിൽ, അതുകൊണ്ടും നമുക്ക് കറി ഉണ്ടാക്കാം. വലിയ തണ്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതും നമുക്ക് കറി ഉണ്ടാക്കാൻ എടുക്കാം. അപ്പോൾ നമുക്ക് കട്ട് ചെയ്യാം. നമ്മളുടെ ഇന്നത്തെ കറി ചേമ്പിൻ്റെ താള് ആണ്. ഇതിൻ്റെ ഇല അങ്ങ് കട്ട് ചെയ്ത് കളയാം. ഈ ഇല കൊണ്ട് നമുക്ക് ചേമ്പിൻ്റെ ഇലയും കൊണ്ട് നല്ല അടിപൊളി കറി ഉണ്ടാക്കും, നമ്മൾ മീനൊക്കെ വെക്കുന്നത് പോലെ. അപ്പോൾ അത് ഞാൻ പിന്നീട് ഒരു ദിവസം പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഇന്ന് ചേമ്പിൻ താളും കൊണ്ടാണ് കറി. അപ്പം നമുക്ക് ഇത് ക്ലീൻ ചെയ്യുന്നത് ഒക്കെ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ കുറേ ചേമ്പുണ്ട് നമ്മുടെ പറമ്പിൽ തന്നെ. അപ്പം നട്ട് വളർത്തുന്ന ചേമ്പാകുമ്പോൾ നമുക്ക് കുഴപ്പമില്ല. അത് ചേമ്പ് തിരിച്ചറിയാൻ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ നടുക്കൊരു ചെറിയ ബ്രൗൺ സ്പോട്ട് കാണും, അത് നല്ല ചേമ്പായിരിക്കും. അപ്പം നമുക്ക് ബാക്കി പ്രൊസീജിയർ ചെയ്യാം. ഈ ചേമ്പൻ താള് യൂസ് ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് കഴുകിക്കളയണം. കാരണം ഇതിൻ്റെ ഇവിടെ എല്ലാം മണ്ണ് കാണും. പുറത്ത് പറമ്പിലൊക്കെ നിന്ന് അയ്യത്തൊക്കെ നിന്ന് വളരുന്നതല്ലേ. അപ്പം ഒരു നല്ലതുപോലെ ഒന്ന് കഴുകി എടുത്തിട്ട് നുറുക്കുന്നതാണ് ഇപ്പോഴും നല്ലത്. നുറുക്കിക്കഴിഞ്ഞാൽ ഒന്നുകൂടെ ഒന്ന് കഴുകാം. പക്ഷേ അതിന് മുന്നേ ഇതിനുള്ള മണ്ണെല്ലാം ഒന്ന് കളഞ്ഞെടുക്കണം. അപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്ന ഒരുപാട് പിഞ്ചായിട്ടുള്ള കട്ടി കുറഞ്ഞ ചേമ്പന്താളാണ്. അപ്പം നമുക്ക് വലിയ ചേമ്പന്താളും എടുക്കാം. അപ്പം ചെറുത് തന്നെ വേണമെന്നൊന്നുമില്ല. ഇപ്പം ചെറുതാകുമ്പം കുറച്ചുകൂടെ പെട്ടെന്ന് വെന്ത് കിട്ടും. തളിർത്ത ചേമ്പന്താളാണിത്, നല്ല തളിര്. അപ്പോൾ ഇങ്ങനെയൊന്ന് ജസ്റ്റ് ഒരു 1 ടൈം ഒന്ന് മണ്ണ് കളഞ്ഞിട്ട് എല്ലാം ഒന്ന് കഴുകിയെടുക്കുക. എന്നിട്ട് വേണം നമ്മൾ അരിയാൻ. അപ്പോൾ അതുകൊണ്ട് എന്തായിട്ടുണ്ടെങ്കിൽ നമ്മൾ അരിയുന്ന സമയത്ത് ഇതിലുള്ള മണ്ണല്ല ഒന്ന് കയ്യിൽ പിടിക്കാതിരിക്കും. പിന്നെ അരിയുമ്പോഴെന്ന് പറഞ്ഞാൽ പിന്നെ അരിഞ്ഞ് കഴിയുമ്പോൾ അത്ര വരില്ലല്ലോ. അതിന് മുന്നേ ഒന്ന് കഴുകിയെടുക്കുന്നേ നല്ലതാണ്. അപ്പം ഞാനിവിടെ ഒത്തിരി തളിരായിട്ടുള്ള ചേമ്പന്താളാണ് എടുത്തിരിക്കണം കേട്ടോ. സൈസിലൊക്കെയുള്ള വലിയ ചേമ്പന്താള് എടുക്കാവുന്നതാണ്. പക്ഷേ ചൊറിയുന്ന ചേമ്പന്താളായിരിക്കരുത്, അതൊന്ന് ശ്രദ്ധിച്ചിട്ട് എടുക്കണം കേട്ടോ. നമ്മൾ നട്ട് വളർത്തുന്ന ചേമ്പല്ല, കാട്ടു ചേമ്പാണെന്നുണ്ടെങ്കിൽ ചൊറിയാൻ സാധ്യതയുണ്ട്. അലർജിയൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അത് നോക്കിയിട്ട് വേണം. ഇപ്പം ഈ സൈസിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തു. ഇതിൻ്റെ പുറത്തുനിന്ന് നമുക്ക് ഇത് ഇങ്ങനെ നമ്മൾ ബീൻസും പയറും ഒക്കെ ഉരിഞ്ഞെടുക്കത്തില്ല. ഇതിൻ്റെ തൊലി വളരെ ഈസി ആയിട്ട് ഊർന്നു പോരും ഇങ്ങനെ, കണ്ട ലൈക്ക് ദിസ്. അപ്പോൾ ഈ തൊലി കംപ്ലീറ്റ് എടുത്ത് കളഞ്ഞിട്ടേ കഴിക്കാവൂ എന്നാണ് പറയുന്നത്. അങ്ങനെയാണ് എല്ലാവരും ഇരിഞ്ഞ് ചെയ്യുന്നത്. ഇതിപ്പോൾ ഇങ്ങനെ ഈ തൊലികളെല്ലാം ഇരിഞ്ഞെടുത്തിട്ട് നമുക്ക് വളരെ ഈസിയായിട്ട് ഇരിഞ്ഞെടുക്കാൻ പറ്റും കേട്ടോ. നമ്മുടെ താമരയുടെ തണ്ടില്ലേ, അതുപോലെയൊക്കെയാണ് ഏകദേശം ഇരിക്കുന്നത്. ചീരത്തണ്ടിൻ്റെ അത്ര പോലും ഉറപ്പില്ല കേട്ടോ, ഉറപ്പില്ലാത്ത. ഞാനെടുത്തിരിക്കുന്നത് ഒരു കിളുന്ത് തണ്ടാണ്, അതുകൊണ്ടാണ്. അത് പെട്ടെന്ന് ഇങ്ങനെ നമുക്ക് ഊരിയെടുത്ത് കളയാം. ഇനി എന്ത് ചെയ്യണമെന്ന് എന്നിട്ട് ഇങ്ങനെ റൗണ്ടിൽ കട്ട് ചെയ്താൽ മതി. നല്ല സോഫ്റ്റാണ്. അപ്പം ചെറിയ ചെറിയ പീസസുകളായിട്ട് ഇങ്ങനെ ചെറിയ പീസസുകളായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ട് നമുക്ക് വരാം. അപ്പോൾ ഇത് അരിഞ്ഞെടുത്തു. ഇത് അരിഞ്ഞു കഴിഞ്ഞ് ഒന്നുകൂടി 2 പ്രാവശ്യം ഒന്ന് കഴുകണം കേട്ടോ, മറക്കല്ല. ഇതിൻ്റെ കൂടെ ചേർക്കാനായിട്ട് നമുക്ക് കുറച്ച് പരിപ്പ് വേണം. ഞാനിവിടെ തോരപ്പരിപ്പാണ് എടുത്തിരിക്കുന്നത്. സാമ്പാർ പരിപ്പ്, നമ്മൾ സാമ്പാറിന് ഉപയോഗിക്കുന്ന പരിപ്പ്. ഇത് ഇച്ചിരി വെള്ളമുണ്ട്, സാരമില്ല. വെള്ളം പറ്റിച്ച് നമ്മളിപ്പോൾ അതിൻ്റെ കൂടെ ഇട്ട് വേണമെങ്കിലും നമുക്ക് വേവിക്കാം. അതല്ലെന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് ഒന്ന് വേവിച്ചിട്ട് വേണമെങ്കിലും ആഡ് ചെയ്യാം. നാട്ടിൽ കിട്ടുന്ന തോരപ്പരിപ്പിന് അല്പം വേവ് കൂടുതലാണ്. അപ്പം ഞാൻ അതുകൊണ്ടൊന്ന് സെപ്പറേറ്റ് വേവിച്ചു. ഒരുപാട് അങ്ങ് മാഷാക്കി കളയണ്ട. കുറച്ച് വേവ് ബാക്കിയുള്ളപ്പം വാങ്ങുക. കാരണം ബാക്കി ചേമ്പന്താളിൻ്റെ കൂടെ കിടന്ന് വെന്തോളും. അപ്പം കുറച്ച് തോരപ്പരിപ്പ്. ചില നാട്ടിലോട്ടൊക്കെ തോരപ്പരിപ്പ് ആഡ് ചെയ്യാറുണ്ട്. ചിലർ മുളകോശിയൊന്നും പറയാറുണ്ട് ഇതിന്. അപ്പം ചിലർ ചേമ്പന്താള് കറി എന്ന് പറയാറുണ്ട്. പലയിടത്തും പല രീതിയിലാണ് പറയുക കേട്ടോ. അപ്പോൾ നിങ്ങൾ തോരപ്പരിപ്പ് ചേർക്കാൻ ഇഷ്ടമില്ലാന്നുണ്ടെങ്കിൽ ബാക്കി പ്രൊസീജിയറെല്ലാം അതുപോലെ ചെയ്തോളൂ. ചേമ്പന്താളും മാത്രം ചേർത്തും കറി ഉണ്ടാക്കാം. അപ്പോൾ ഇത് മാറ്റി വെക്കാം. അരയ്ക്കാനായിട്ട് നമുക്ക് വേണ്ടത് തേങ്ങ ഒത്തിരി വേണ്ട, 1 പിടി തേങ്ങ മതി, കൈക്ക് 1 പിടി തേങ്ങ. ഇതിൻ്റെ കൂടെ നമുക്ക് ഒരു 1/2 ടീസ്പൂൺ കശ്മീരി ചില്ലി, ഒരുപാട് വേണ്ട,
1/2 ടീസ്പൂൺ മതി കേട്ടോ. നമ്മൾ അതിനകത്തിട്ട് വേവിക്കുന്നുണ്ട്, അപ്പോൾ ഒത്തിരി വേണ്ട. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾ, 1/2 ടീസ്പൂൺ നല്ല ജീരകം, ഒരു 2-3 ചുവന്നുള്ളി. ചിലർ ചുവന്നുള്ളി ചേർക്കാറില്ല, ചിലർ ജീരകം ചേർക്കാറില്ല, ചിലർ കഷ്ണം വേവിക്കുമ്പോൾ അതിൽ മാത്രമേ മഞ്ഞളും മുളകും ആഡ് ചെയ്യാറുള്ളൂ, ചിലർ തേങ്ങ മാത്രം അരച്ചാണ് ചേർക്കുന്നത്. അപ്പോൾ എങ്ങനെയാണോ നിങ്ങളുടെ നാട്ടിൽ അങ്ങനെ ചെയ്യും കേട്ടോ. കടുക് വറക്കാനായിട്ട് നമുക്ക് കറിവേപ്പില, 2-3 ഫ്രഷ് കറിവേപ്പില, ഒരു 2-3 വോൾ റെഡ് ചില്ലി, നമ്മുടെ വറ്റൽമുളക്, പിന്നെ കടുക്, പിന്നെ നമുക്ക് കടുക് വറക്കാനുള്ള വെളിച്ചെണ്ണ. നമുക്ക് ഇത്രയും ഐറ്റംസ് മതി. പിന്നെ നമുക്ക് കുറച്ച് പുളി, വാളംപുളി, ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിൽ, ഒത്തിരി വേണ്ട കേട്ടോ, ഒരു ചെറിയ പീസ് ഉണ്ട എടുത്തിട്ട് വെള്ളത്തിലിട്ട് വെക്കുക. ഒന്ന് പിഴിഞ്ഞതിൻ്റെ ആ പുളിയുടെ വെള്ളം നമുക്ക് ചേർക്കണം. അപ്പം നമുക്കിത് കുക്ക് ചെയ്യാം. ആദ്യം ഇതിനകത്തോട്ട് ഇനി നമ്മൾ കുക്ക് ചെയ്യാനായിട്ട് ഇതിനകത്തോട്ട് പരിപ്പ് അങ്ങ് ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കശ്മീരി റെഡ് ചില്ലി പൗഡർ, അല്പം വെള്ളം, കുറച്ച് ഉപ്പ്, ഒന്ന് മിക്സ് ചെയ്യുക. ഇനി ഇത് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. വേവാത്ത പരിപ്പ് ഇതിൻ്റെ കൂടെ ഇട്ട് വേവിക്കുകയാണെന്നുണ്ടെങ്കിൽ കുക്കറിൽ 2 സീറ്റി അടുപ്പിച്ചാൽ മതി. ഈ ചേമ്പൻ തണ്ടിന് വേവ് കുറവാണ്, ഒരു 7-8 മിനിറ്റേ എടുക്കുകയുള്ളൂ ചേമ്പൻ തണ്ട് വേവാനായിട്ട്. അപ്പം അളിഞ്ഞു പോകരുത് കുക്കറിലിട്ട് വെക്കുമ്പോൾ, അതാണ് ഞാൻ കുക്കറിൽ വേവിക്കാത്തത്. അപ്പം നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഈ അരപ്പൊന്ന് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. ഒരല്പം വെള്ളം കൂടി ഒന്ന് ചേർക്കാം. ചേമ്പിൻ താളും പരിപ്പും നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഇപ്പം ഞാനിപ്പോൾ ഒരു അറൗണ്ട് 8-9 മിനിറ്റോളേ വേവിച്ചുള്ളൂ. ഒരു 10 മിനിറ്റിനകം ഇത് വെന്ത് കിട്ടും ചേമ്പിൻ താള്. അപ്പോൾ ഇതിലോട്ട് നമുക്ക് ഈ പിഴിഞ്ഞു വെച്ചിരിക്കുന്ന പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. ഒരല്പം ആവശ്യത്തിന് ചേർത്താൽ മതി, ഓവറായി പോകരുത്. പുളിവെള്ളം വേണമെന്നുണ്ടെങ്കിൽ പിന്നീട് ആഡ് ചെയ്യാം. ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കാം, ഉപ്പ് വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഇത് ഒരു 2 മിനിറ്റ് കൂടെ ഒന്ന് പുളിവെള്ളം ചേർത്ത് ഒരു 2-3 മിനിറ്റ് ഒന്ന് തിളച്ച് കഴിഞ്ഞിട്ട് നമുക്ക് അരപ്പ് ചേർക്കാം. പുളിവെള്ളം ഒഴിച്ചിട്ട് നല്ലതുപോലെ ഒരു 3-4 മിനിറ്റ് തിളച്ച് വെന്തു. ഇനി നമ്മൾ ഈ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പങ്ങ് ഇട്ട് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്യുക. ഒരുപാട് അങ്ങ് ലൂസാക്കണ്ട. നിങ്ങൾക്ക് ഒഴിച്ചു കറിയായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ലൂസാക്കാം. ഞാനിപ്പോൾ ഈ ഒരു പരുവത്തിലേ വെക്കണുള്ളൂ, ഒത്തിരി ലൂസാക്കണില്ല. ഈ കൺസിസ്റ്റൻസി ഓക്കെ. ഒരു ചെറുതായിട്ടൊരു തിള വന്നു കഴിയുമ്പോൾ ഉടനെ വാങ്ങുക. ചിലപ്പോൾ ഫ്രിഡ്ജിലൊക്കെ ഇരിക്കുന്ന തേങ്ങയാണ് നിങ്ങൾ എടുത്തിരിക്കുന്നതെന്നുണ്ടെങ്കിൽ പിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഉപ്പൊക്കെ ചെക്ക് ചെയ്യാം. ഓസം, പുളി, ഉപ്പ്, എരിവ് എല്ലാം കറക്റ്റാണ്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഞാനിത് ഐ തിങ്ക് ചെറുപ്പത്തിൽ കഴിച്ചതാണ്. അത് കഴിഞ്ഞ് ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല. കാരണം നാട്ടിലല്ലായിരുന്നുണ്ടെങ്കിൽ ഇതൊന്നും ഉണ്ടാക്കാനോ കഴിക്കാനുള്ള ഒരു അവസരമൊന്നും കിട്ടിയിട്ടില്ല. ഡൽഹിയിൽ വളർന്നു, പിന്നെ ദുബൈയിൽ. അപ്പം അവിടെ ചേമ്പൊന്നും ഇല്ലല്ലോ. അപ്പം നാട്ടിൽ വന്നതുകൊണ്ട് കുറേ കാര്യങ്ങളുണ്ട്. പച്ചക്കറികൾ വാങ്ങണ്ട, വീട്ടിലുണ്ടാക്കുന്ന പച്ചക്കറികളൊക്കെ യൂസ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, മറക്കാതെ കേട്ടോ. ഇത് കഴിച്ചിട്ടില്ലാത്തവരൊക്കെ, നാട്ടിലുള്ളവർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും അറിയാം. ഈ കർക്കിടക മാസത്തിൽ ആണ് മോസ്റ്റ്ലി നമ്മൾ ചേമ്പൻ താള്, ചേമ്പിൻ്റെ ഇല, എല്ലാം ഇലവർഗ്ഗങ്ങളെല്ലാം കറികൾ ഉണ്ടാക്കി കഴിക്കുന്നത്. അപ്പം മറക്കാതെ ഉണ്ടാക്കി നോക്കുക. ഇതൊരു തിള വന്നിട്ടുണ്ട്. ഒരുപാട് ഞാൻ തിളപ്പിക്കുന്നില്ല. ഒത്തിരി തിളച്ചാൽ ചിലപ്പോഴൊക്കെ തേങ്ങ പിരിഞ്ഞ് പോകാറുണ്ട്. ഇത് മതി, ഒന്ന് ജസ്റ്റ് തിളച്ചാൽ മതി. പച്ചമണം ഒന്ന് മാറണം. ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി, അതിലോട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. വെളിച്ചെണ്ണ നല്ലതുപോലെ ചൂടായി കിടക്കുകയാണ്. അതിലോട്ട് നമുക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. വെളിച്ചെണ്ണ തന്നെ യൂസ് ചെയ്യുക എപ്പോഴും കടുക് വറക്കാനും കേട്ടോ. വെളിച്ചെണ്ണയിലാണ് ടേസ്റ്റ്. 2.5 സ്പൂണോളം വെളിച്ചെണ്ണ യൂസ് ചെയ്തിരിക്കുന്നു. കടുക് പൊട്ടി വരുന്നുണ്ട്. ഇത് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. ഫ്ലെയിം വളരെ കുറച്ച് വെച്ചിട്ട് വേണം കടുക് വറക്കാൻ. പാൻ നല്ല ചൂടാണെന്നുണ്ടെങ്കിൽ ഫ്ലെയിം എപ്പോഴും ഓഫ് ചെയ്യുക. പാന് നല്ല ചൂടായിരിക്കണം, അപ്പം ഫ്ലെയിം ഓഫ് ചെയ്തു. ഇനി
ആ പാനിൻ്റെ ചൂടിൽ കിടന്ന് മുരിഞ്ഞോളും. കറിവേപ്പില ഇട്ട് കൊടുക്കുക. കടുക് ഇവിടെ നല്ലപോലെ വന്നിട്ടുണ്ട്. ഞാൻ കരിക്കാതെ ഫ്ലെയിം ഓഫ് ചെയ്തായിരുന്നു. ഇനി ഇത് താളിച്ച് കൊടുക്കാം. നമുക്ക് ഇതിലോട്ട് ഇത് താളിച്ച് കൊടുക്കാം. ഒരല്പം കറിയൊന്ന് ഇതിലോട്ട് എടുത്തിട്ട് ഒന്ന് ഇളക്കുക. വാവ്, ദാറ്റ്സ് ലുക്കിംഗ് സോ ഡെലീഷ്യസ് ആൻഡ് യമ്മീലിഷ്യസ്. അപ്പം എല്ലാവർക്കും നമ്മളുടെ ഇന്നത്തെ തനി നാടൻ ചേമ്പിൻ താള് കൊണ്ടുള്ള കറി അല്ലെങ്കിൽ ചേമ്പിൻ്റെ തണ്ടും പരിപ്പും കൊണ്ടുള്ള കറി ഇഷ്ടമായി എന്ന് കരുതുന്നു. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പറയാം നിങ്ങളൊക്കെ. ലാജവാബ്, ഒന്നും പറയാനില്ല. ഓക്കെ, അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക.